ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെയ്മീൻ ഫ്രൈ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു നെയ്മീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നെയ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. നെയ്മീൻ ഫ്രൈക്ക് വേണ്ടുന്ന മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. 2 നെയ്മീനേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരളവിൽ എടുക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാനാണ്. നല്ല വലിപ്പമുള്ള ഒരു 3 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനേഗറാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടാനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മാത്രം അരച്ചെടുക്കുക. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമാവാതെ നോക്കണം കേട്ടോ. ഈ ഒരു പാകത്തിന് വെള്ളം മതിയേ. മീനിൽ നന്നായിട്ട് മസാല പുരട്ടുന്ന സമയത്ത് പിടിച്ചിരിക്കണം. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ മീനിൽ മസാലയൊക്കെ പുരട്ടി നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും മസാലയെല്ലാം അങ്ങോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് മീനിൽ നന്നായിട്ട് മസാല പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളേ. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി വീണ്ടും ചേർത്തു കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം മൊത്തം ചേർത്തിരിക്കുന്നത്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാല ഇനി നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ബാക്കി മസാല ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പുരട്ടി കൊടുക്കാം. നല്ല മൊരിയിച്ച് വറുത്തെടുക്കുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കാവേ. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കി എനിക്ക് പാകത്തിനുണ്ട്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇത് നമുക്ക് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെക്കുന്നതാണ് നല്ലത്. മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പില ഈ സൈഡിലിട്ട് കൊടുക്കാവേ. കറിവേപ്പിലയുടെ ആ ഫ്ലേവറും കൂടി എണ്ണയിലേക്ക് ഇറങ്ങും. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു സൈഡൊന്ന് ഫ്രൈ ആവട്ടെ. ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കല്ലോ കേട്ടോ. മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വരാനുള്ളതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ മീൻ ഫ്രൈ ആണ് കേട്ടോ. ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയേ. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കോരിയെടുക്കാവേ. ഈ മീൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മീൻ ഫ്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്